ഹലോ ഗായ്സ്, നമുക്കൊന്നൊരു പ്രത്യേക തരം കറി വെച്ചാലോ. മുട്ട തിളപ്പിച്ചത് എന്നാണ് ഇതിനെ പറയുക. നമ്മുടെ തൃശ്ശൂരൊന്നും അത്ര പോപ്പുലർ അല്ല ഈ കറി. എറണാകുളത്തൊക്കെയാണ് കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ: മുട്ട വേണം, കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ കറി എറണാകുളത്തൊക്കെയാണ് കേട്ടോ കുറച്ചുകൂടി പോപ്പുലറായിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ നാട്ടിലേ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. നമ്മുടെ സവാളയെല്ലാം ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് മിക്സ് ചെയ്യണത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമാണ് നമ്മൾ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഈ കറിയിൽ നമ്മൾ യൂസ് ചെയ്യണില്ല. പിന്നെ ഈ കറിയിൽ കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പൊടികളിട്ടത് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ കറി ഒരുപാട് വെള്ളം വേണ്ട, ഒന്ന് കുറുകിയിരിക്കുന്ന തരം കറിയാണ്. അപ്പോൾ കുറച്ച് വെള്ളമാണ് വേണ്ടത്. ആ വെള്ളം കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചേക്കണ മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ വീട്ടിൽ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മുട്ട ആഡ് ചെയ്യാം, അതുപോലെ കുറയ്ക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ 2 മുട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം മുട്ട ഇങ്ങനെ ഓവറായി മിക്സ് ചെയ്ത് അങ്ങനെ പൊടിക്കരുത്. ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് ആ ഉണ്ണിയെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുകയേ വേണ്ടൂ. അതിനുശേഷം അതൊന്ന് നന്നായി തിളച്ച് വരണം. തിളച്ച് ആ മുട്ടയൊന്ന് വെന്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ പുളി വേണ്ടവർക്ക് തക്കാളിയോ കുടംപുളിയോ ആഡ് ചെയ്യാം കേട്ടോ. മുട്ട ഇപ്പോൾ ഒന്ന് വെന്ത് വന്നു, കറിയും തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.